കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ഓർമ്മയിൽ വിതുമ്പി അധ്യാപകരും രക്ഷിതാക്കളും. സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗം സങ്കടക്കടലായി മാറുകയായിരുന്നു. ഈ വർഷമായിരുന്നു മിഥുൻ സ്കൂളിലേക്ക് അവിടെ എത്തിയത്. തേവലക്കര സ്കൂളിൽ പഠിക്കാൻ എത്തിയത്. രാവിലെ 6:30 പിതാവിനൊപ്പം ട്യൂഷന് പോയി. തുടർന്ന് സ്വകാര്യ ബസ്സിലാണ് മിഥുൻ സ്കൂളിൽ എത്തുമായിരുന്നത്. 9:30 കുട്ടികൾക്കൊപ്പം ചെറിയൊരു കളിയെല്ലാം കളിച്ചാണ് എല്ലാ ദിവസവും അധ്യയനം ആരംഭിച്ചത്. അതിനിടയിലാണ് മിഥുന് ജീവൻ നഷ്ടമായത്. ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ കേവലം 1.5 മാസം പിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്കൂളിൽ എത്തിയിട്ട്, സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി കേവലം ഈ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ മിഥുൻ മാറി എന്നതാണ് അവിടെ എത്തിയ അനുസ്മരണ യോഗത്തിലെത്തിയ ഓരോ ആളുകളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അധ്യാപകർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെന്റും സ്കൂൾ മാനേജ്മെന്റും അവിടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നില്ല, കാരണം സ്കൂൾ അവധിയായിരുന്നു. മിഥുന്റെ മരണത്തെ തുടർന്ന് താൽക്കാലികമായി സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം ഈ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളുമായിരുന്നു ആ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അധ്യാപകർ എത്രത്തോളം ദുഃഖത്തിലാണ് ആ യോഗത്തിൽ പങ്കെടുത്തതെന്നും അനുസ്മരണ യോഗത്തിൽ ആ യോഗം പൂർത്തിയാക്കിയത് എന്നുമുള്ള കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി, ചെറിയ നാളുകൾക്കിടയിൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി മാറിയ മിഥുന് ആ സ്കൂള് വിട നൽകുകയാണ്. അതിനെ തുടർന്നുള്ള അനുസ്മരണ യോഗത്തിലും ഇത്തരത്തിൽ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ബിനിൽ.